ഹായ് കുട്ടികളെ, ജയ് ഹിന്ദ്. RPF കോൺസ്റ്റബിൾ ആൻഡ് SA പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് വാങ്ങുന്നത്, എവിടെ നിന്നാണ് ലഭിക്കുന്നത്, അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിൽ നിന്നും അപ്ലൈ ചെയ്യുന്ന കൂടുതലും കുട്ടികൾക്കുള്ള ഡൗട്ടാണ്. അതുപോലെ മിക്ക കഫേ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന പല സ്റ്റാഫിനുമുള്ള ഡൗട്ടാണിത്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾ. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് രണ്ട് രീതിയിലാണ് എടുക്കാവുന്നത്. ഒന്ന് ഓൺലൈൻ ത്രൂ, അതുപോലെ ഓഫ്ലൈൻ ത്രൂ. RPF കോൺസ്റ്റബിൾ ആൻഡ് SAയുടെ കാര്യത്തിൽ നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോർമാറ്റിൽ തന്നെ നമ്മൾ മസ്റ്റ് ആയിട്ടും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റെഡി ആയിരിക്കണം. അപ്പോൾ കൂടുതലും സ്യൂട്ടബിൾ എന്ന് പറയുന്നത് ഓഫ്ലൈൻ തന്നെയായിരിക്കും. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എങ്ങനെ റെഡിയാക്കാം? ഫസ്റ്റ് നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ നോട്ടിഫിക്കേഷൻ എടുക്കുക. നോട്ടിഫിക്കേഷനകത്ത് ഏറ്റവും അവസാനത്തെ പേജ് കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ്. ആ ഫോർമാറ്റിൻ്റെ പ്രിന്റ് നിങ്ങൾ എടുക്കുക. അതിനുശേഷം നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോവുക. വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് നിങ്ങളുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ആ ഡോക്യുമെൻറ്റുമായിട്ട് നിങ്ങൾ പിന്നെ താലൂക്ക് ഓഫീസിൽ ചെല്ലണം. താലൂക്ക് ഓഫീസിൽ നിന്ന് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം തഹസിൽദാർ സൈൻ ചെയ്ത കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് RPF കോൺസ്റ്റബിൾ ആൻഡ് SA പോസ്റ്റിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന അതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിരിക്കണം. അതേ ഫോർമാറ്റിൽ റെഡിയാക്കിയില്ല എങ്കിൽ നിങ്ങളുടെ കാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ക്യാൻസൽ ആവുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഡിഫൻസ് കാര്യങ്ങൾ അറിയാൻ ഇപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.